ഗുഡ് മോർണിംഗ്. ഹലോ, നിയ ബ്രെഡ്സ് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പൂരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗസ്റ്റുകൾക്ക്, അത്ര ആൾക്കാരൊന്നുമില്ല, എൻ്റെ വീട്ടിൽ നിന്നും ഏട്ടൻ്റെ വീട്ടിൽ നിന്നും മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കാര്യമുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു പൂരാഘോഷമാണ് കേട്ടോ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോകണം. അപ്പം ഞാൻ ഏട്ടനാണ് പോയത്. മോനെ ചെറിയ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൂരപ്പറമ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഈ വഴി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള മെയിൻ വഴി എന്ന് പറയുന്നത്. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം വരെ നല്ല മഴ ചെയ്തുകൊണ്ട് പൂരം നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലും എല്ലാവരും പ്രാർത്ഥനയിൽ നല്ലൊരു വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പൂരത്തിൻ്റെ അന്ന്. അപ്പോൾ അമ്പലം എത്തിയിട്ടുണ്ട്. വലിയൊരു അമ്പലം തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പൂരം ആഘോഷിക്കുന്നത്. ഇത് കണ്ടിട്ടുമില്ല കേട്ടോ, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലത്ത് ഓരോ കടകളിങ്ങനെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിൽ കയറി തൊഴണം. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടതേ പറ നിറയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിൽപ്പറയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിൽപ്പറ നിറച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം. പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആനനെ നോക്കി നിന്നു. പിന്നെ നല്ല രസമുണ്ട്. നെറ്റിപ്പട്ടോ മിഞ്ചാമരോ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് മക്കളെ കുളിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ വീടിൻ്റെ മുറ്റത്തല്ല റോഡ് സൈഡിൽ പൂരം നിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. വേഗം തന്നെ എല്ലാം പണിയൊക്കെ കഴിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്രീ ആയിരുന്നു പൂരം. ഫുള്ളും ഫ്രീ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊട്ടും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തെക്കുമുറി ദേശമായിരുന്നു കേട്ടോ. തെക്കുമുറി ദേശത്തിൻ്റെ ആനയാണ് ചിറക്കിൽ കാളിദാസായിരുന്നു കേട്ടോ. അപ്പോൾ ആന കൊമ്പിൽ മറ്റേ എന്താ പറയുക മുണ്ടൊക്കെ ചുറ്റി നല്ല സ്റ്റൈൽഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളായി നമ്മളിങ്ങനെ പൂരമൊക്കെ ആഘോഷിച്ചിട്ട്. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മൾ കാണുന്നതാണ്. അതൊരു പ്രത്യേക വൈബല്ലേ. ഫ്രണ്ടിൽ തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് കയറി വേണ്ടു കേട്ടോ. ഇവിടെ ഒരു 1.5 മണിക്കൂറോളം കൊട്ടും അതുപോലെ തന്നെ നമ്മുടെ പൂക്കാവടി ആടിയായിരുന്നു. പിന്നെ കുട്ടികൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട്. പിന്നെ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് അമ്പലത്തിലേക്ക് ഒരു 12 മണിക്ക് ആകുമ്പോഴേക്കും കയറും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഫുള്ളും കണ്ടു. അതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പോയതിന് ശേഷമാണ് നമ്മൾ പൂരപ്പറമ്പിലോട്ട് പോയത് കേട്ടോ. പിന്നെ പൂരമൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ ചെറുതായിട്ട് എനിക്കും കോൾഡൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. കാരണം ഇത്ര ദിവസം മഴയൊക്കെ ആയിരുന്നു പൂരത്തിൻ്റെ അന്ന് തൊട്ടിട്ട്. വെയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നല്ല കോൾഡൊക്കെ പിടിച്ചായിരുന്നു. ഇപ്പോൾ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രസത്തിൽ പൂക്കാവടിയൊക്കെ ആടുന്നുണ്ടായിരുന്നു. പിന്നെ അവർ മുകളിൽക്കൂടെ മറ്റേ കടലാസൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവർ ഈ പൂവിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ആടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടുത്തെ
പരിപാടിയൊക്കെ കഴിഞ്ഞവരിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങൾ സ്റ്റോപ്പാക്കി അവിടെ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദേ ആന മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള വഴി കൂടാൻ പോവുകയാണ്. എന്നിട്ട് അവർ പോയി പകുതിയൊക്കെ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം അച്ഛനമ്മയും ഇവരൊപ്പം തന്നെ പോയായിരുന്നു. ഞങ്ങൾ കുട്ടികൾ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ദേ അടുത്ത ദേശത്തിൻ്റെ പടിഞ്ഞാട്ടുമുറി ദേശത്തിൻ്റെ കൊട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം പതുക്കെ നടന്ന് നമ്മൾ അമ്പലത്തിലെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ അവിടുത്തെ ആനപ്പൂരം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ദേശക്കാർ വരുന്നതിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആനപ്പൂരം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വെച്ചിട്ട് നമ്മൾ നേരത്തെ പോരാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ ദേശക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. ആന ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഇവരുടെ കൊട്ടും പിന്നെ പൂക്കാവടിയിലും ഇതൊക്കെ എന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം. അത് കഴിഞ്ഞ് അവർ കയറും. പിന്നെ 3 മണിക്കാണ് അടുത്തൊരു പൂരം നടക്കുന്നത്. അത് നമ്മൾ കാണണമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നല്ല രീതിയിൽ പിള്ളേർ കൊണ്ട് നടക്കൽ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ആനപ്പൂരം കാണാനായിട്ട് വന്നില്ല. പിന്നെ വൈകിട്ടത്തെയാണ് പിന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം മാത്രമാണ് നമ്മൾ പൂരപ്പറമ്പിൽ വന്ന് പൂരം കണ്ടത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള പൂരം മാത്രമാണ് മെയിനായിട്ട് കണ്ടത്. ആനപ്പൂരമല്ല, ഈ കൊട്ടും അതുപോലെ തന്നെ പൂക്കാവടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ അനിയത്തിമാരും അവരെ ഹസ്ബൻഡും മക്കളും അതുപോലെ ഏട്ടൻ്റെ അമ്മയും അച്ഛനും അനിയനും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മായി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പാറും കാബേജും അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും ചിക്കൻ റോസ്റ്റും ചോറും. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിള്ളേരും കൊണ്ട് പുറത്തൊക്കെ കളിച്ച് കുറേ നേരം ഇരുന്നു. അതിൻ്റെ ഇടയിൽ ചായക്കുടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. കുറേ നേരം അങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു. കാരണം കുറേ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ കാണാൻ പറ്റുമായിരുന്നു, മറ്റേ പൂരം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങോട്ട് തട്ടി ടീമിനല്ലേ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അത്ര ദൂരം പോകാനായിട്ട്. വണ്ടിയോടെ കൊണ്ട് പാർക്ക് ചെയ്യായിരുന്നു. പിന്നെ പിള്ളേർ പ്രശ്നമാക്കിയാലോ വിചാരിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീടിന് മുമ്പിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. പൂരം പ്രമാണിച്ചുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരു സൈഡായി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരുന്നു. അങ്ങോട്ടും ഇവിടെയൊക്കെ തട്ടിമുട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലൈറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പല കളർ പച്ച ചുവപ്പ മഞ്ഞ അങ്ങനെ പല കളർ വരുന്ന ലൈറ്റായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഏട്ടൻ്റെ അച്ഛൻ അവിടെ നിന്ന് ടി വി കാണാൻ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിന്ന് കാണിച്ചതാണ്. ഇതാണ് എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയത്തിയും അവളുടെ മോളും പിന്നെ അവളുടെ ഹസ്ബൻഡുമാണ്. ഇത് നേരത്തെ കാണിച്ചത് എൻ്റെ തൊട്ട് താഴെയുള്ള അനിയത്തിയും അവളുടെ ഹസ്ബൻഡും മോളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തെ ഫുഡൊക്കെ നമ്മളൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. ചോറ് തികയാണ്ടായപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായതിന് ശേഷം മോനെ ഇച്ചിരി നേരം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം പൂരം വരുമ്പോഴേക്കും പഠിക്കാൻ നടക്കില്ലല്ലോ. അവൻ ഫ്രൈഡേ കോൾഡൊക്കെ ആയിരുന്നു, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നോട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതിപ്പിച്ച് കുറച്ച് നേരം പഠിക്കില്ലാന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂരം വന്നു കേട്ടോ. അപ്പോൾ ബാൻഡ് സെറ്റും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ എന്താ പറയുക തെയ്യം അതുപോലെ തന്നെ ആനപ്പൂരവും എല്ലാം കൂടി ഒറ്റ രീതിയിലാണ് നടക്കുന്നത്. ഗംഭീര പരിപാടി ചെയ്തു വൈകുന്നേരത്തെ. നമ്മുടെ ഗജവീരനായ എന്താ ചിറക്കിൽ കാളിദാസൻ നെറ്റിപ്പട്ടവും അതൊക്കെ വെച്ച് സെറ്റാക്കി നല്ല ഗ്ലാമറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തെയ്യം പല ഇതുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കൃഷ്ണനായാലും ശിവൻ അങ്ങനെ കുറേ മഹാവിഷ്ണു അങ്ങനെ കുറേ ഇതിൻ്റെ തെയ്യം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ആനപ്പൂരം ഉണ്ടായിരുന്നു. നമ്മൾ ആനൻ്റെ പേടിയിലുണ്ട്. ആനപ്പൂരത്തിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ ബാക്ക് സൈഡിലായിരുന്നു കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉച്ചയ്ക്ക് നടന്ന ചെട്ടന്മാരുടെ ചെണ്ടക്കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എത്തിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കിയൊക്കെ നിന്ന് അവിടെ കുറച്ച് ടോയ്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് വേണമെന്നുണ്ട് അതൊക്കെ വാങ്ങി അപ്പോഴേക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഗംഭീര പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ദൈവം. എല്ലാവരുടെ ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് കാരണം 2-3 വർഷമായി പൂരം നടന്നിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരും ഒരു പ്രാർത്ഥന കൊണ്ട് എല്ലാം ഗംഭീരമായി നടന്നു കേട്ടോ.
ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവർ പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഫയർ വർക്ക് ഉള്ളത് ഞങ്ങൾ കണ്ടത്. വീടിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ആ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പൂരാഘോഷ പരിപാടി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.